ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹണിമൂൺ ട്രിപ്പിനായിട്ട് അശ്വിനും ശ്രുതിയും ശ്യാമും അഞ്ജലിയും ആകാശും പ്രീതിയും അങ്ങനെ 3 കപ്പിൾസുമായിട്ട് വന്നിരിക്കുകയായിരിക്കും. ശ്യാം ഈ അവസരം മുതലെടുത്ത് അഞ്ജലിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ശ്യാമാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് അശ്വിനും ശ്രുതിയും കൂടെ സംസാരിച്ച് കളിച്ച് ചിരിച്ച് വരുന്നത് ശ്യാം കാണുന്നത്. ഇത് കാണുന്നതോടുകൂടി ശ്യാമിന് ദേഷ്യം കൂടുകയാണ്. ശ്യാമാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരെ പിരിക്കണം, അതുപോലെ അഞ്ജലിയെ ഇല്ലാതാക്കണം, എന്നാലേ എനിക്ക് എന്റെ ശ്രുതിയുടെ കൂടെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ശ്യാമേട്ടൻ എന്താ ആലോചിക്കുന്നേ എന്നും പറഞ്ഞ് അഞ്ജലി വരുന്നുണ്ട്. ഒന്നുമല്ല, ഞാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കായിരുന്നു. അതെ, നല്ല സ്ഥലമല്ലേ ശ്യാമേട്ട? ഇതുപോലുള്ള സ്ഥലത്തോട്ടൊന്നും നമ്മൾ മുൻപ് ഒരുമിച്ച് വന്നിട്ടില്ലല്ലോ. എന്തായാലും നല്ല സ്ഥലം. നമുക്കെന്തായാലും കുഞ്ഞുമായിട്ട് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം അല്ലേ ശ്യാമേട്ട? ആ അതെ അതെ. അല്ല, നീയൊന്നും കഴിച്ചില്ലല്ലോ. നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ? ഞാൻ നിനക്കേ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. വേണ്ട ശ്യാമേട്ട, എനിക്ക് വിശക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വേണ്ട ശ്യാമേട്ട, ശ്യാമേട്ടൻ ഇവിടെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. എങ്ങോട്ടാ പോകുന്നേ? നിനക്ക് നല്ല ക്ഷീണമുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു വരാം എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോവാണ്. എന്നാ ശ്യാമിനൊരു ബുദ്ധി തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കട്ട്സ് വാങ്ങിക്കുന്നുണ്ട്. അതില് ശ്യാം വിഷം കലർത്തുകയാണ്. ആരും കാണാതെ അത് വാങ്ങി അതിൽ വിഷം ഒഴിച്ച് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇതുമായിട്ട് അഞ്ജലിയുടെ അടുത്തോട്ട് വരികയാണ്. അഞ്ജലി, ഞാനവിടെ പോയിട്ടേ ജ്യൂസ് ചോദിച്ചു, ജ്യൂസ് ഇല്ല. നീ ഈ ഫ്രൂട്ട്സ് കഴിക്ക്. വേണ്ട ശ്യാമേട്ടാ, കഴിക്ക്. നീ എന്താ ഒന്നും കഴിക്കാത്തെ? നിന്റെ വയറ്റിലെ നമ്മുടെ കുഞ്ഞുള്ളതാ, അക്കാര്യം നീ മറന്നോ? നീ ഇത് കഴിക്ക്. അങ്ങനെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുകയായിരിക്കും ശ്യാം അഞ്ജലിയെ. എന്നാ ഇത് കണ്ട് അശ്വിനും ശ്രുതിയും വരുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ഇത് കണ്ട് പേടിച്ച് വന്ന് ആ ഫ്രൂട്ട്സ് അങ്ങ് തട്ടിക്കളയാണ്. എന്താ കുഞ്ഞാ, നീ എന്തേ കാണിക്കുന്നേ എന്ന് അഞ്ജലി ചോദിക്കാണ്. അത് പിന്നെ ചേച്ചി, ഈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ഹീറ്റ് ആണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ആപത്താണെന്ന് ചേച്ചിക്ക് അറിയുന്നതല്ലേ? അതുമാത്രല്ല, ചേച്ചിക്ക് ഡയറ്റ് പ്ലാൻ ഒക്കെ തന്നതല്ലേ, അതൊന്നും നോക്കാറില്ലേ ചേച്ചി എന്നൊക്കെ അശ്വിൻ ചോദിക്കാണ്. അങ്ങനെ ഫോൺ എടുത്ത് ഡയറ്റ് ഒക്കെ നോക്കുന്നുണ്ട്. കുഞ്ഞാ, അത് പെട്ടെന്ന് ശ്യാമേട്ടൻ തന്നപ്പോ, അയ്യോ അഞ്ജലി, നിനക്ക് പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് കരുതിയപ്പോ വാങ്ങിച്ചതാ. ഞാനത് കഴിച്ചു നോക്കിയപ്പോ നല്ലതായിരുന്നു, അതുകൊണ്ടാ നിനക്കും വാങ്ങിച്ചേ. ഞാനിതൊന്നും ഓർത്തില്ലല്ലോ. കണ്ട കുഞ്ഞാ, അത് ശ്യാമേട്ടൻ കഴിച്ചപ്പോ നല്ലതായി തോന്നി, അതുകൊണ്ട് എനിക്ക് വാങ്ങിക്കൊണ്ടു വന്നതാ. ചേച്ചിക്ക് എന്താ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാത്ത? ഇനിയെങ്കിലും ഭക്ഷണം കഴിക്കുന്നതില് കുറച്ച് ശ്രദ്ധയൊക്കെ വേണം. ഇതും പറഞ്ഞ് സങ്കടത്തോടു കൂടി അശ്വിൻ അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. അശ്വിന്റെ അരികിലോട്ട് അഞ്ജലി വരുന്നുണ്ട്. കുഞ്ഞാ, നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ? അന്ന് ഞാൻ ശ്യാമേട്ടന് നീ എന്തോ പറഞ്ഞപ്പോ വഴക്ക് പറഞ്ഞാല് നീ എന്നോട് പിണക്കൊന്നും വെക്കണ്ട. നിനക്ക് എന്റെ കാര്യത്തിൽ ഇടപെടാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. വേണമെങ്കിൽ നിനക്ക് എന്നെ 2 തല്ലാനുള്ള അവകാശം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. കുഞ്ഞാ, നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ എനിക്കത് വല്ലാത്ത സങ്കടാ. നീ എന്തായാലും ശ്രുതിയെ കൂട്ടി അവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു വിടുവാണ്. എന്നാ ശ്രുതി അഞ്ജലിയോട് പറയുന്നുണ്ട്, ചേച്ചി, ആഹാര കാര്യത്തില് കുറച്ചൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെ പോയാലൊന്നും ശരിയാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ശരി ശ്രുതി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാ. പിന്നീടായിട്ട് ശ്രുതി തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാനാ നോക്കുന്നേ? അഞ്ജലി ചേച്ചിയുടെ വയറ്റില് നിന്റെ കുഞ്ഞുള്ളോണ്ടാ നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നേന്ന് നിനക്ക് അറിയുന്നില്ലല്ലോ. എന്തായാലും ഒരു ദിവസം അശ്വിൻ സാറിന്റെ അടുത്ത് ഞാൻ എല്ലാം പറയും. അന്ന് നിന്റെ സ്ഥാനം പടിക്ക് പുറത്തായിരിക്കും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ നോക്കി ചിന്തിക്കുന്നുണ്ട്. സോറി അഞ്ജലി, എനിക്ക് പെട്ടെന്ന് അതൊന്നും ഓർക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാ. ഞാൻ നിനക്ക് വേറെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. എനിക്കൊന്നും വേണ്ട ശ്യാമേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വിശക്കുന്നില്ലാന്ന്. ശ്യാമേട്ടൻ ഇവിടെ ഇരിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്ന് അഞ്ജലി പറയാ. പിന്നീടായിട്ട് കാണിക്കുന്നത് ആകാശിനെയും പ്രീതിയെയും ആയിരിക്കും. പ്രീതിയുടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ആകാശ് നിൽക്കുന്നുണ്ടായിരിക്കും. ആകാശ് കുറച്ച് പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട് പ്രീതിയെ പ്രപ്പോസ് ചെയ്യാനായിട്ട്. കല്യാണത്തിന് മുൻപേ അല്ലേ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ, കല്യാണത്തിന് ശേഷവും ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. പല രീതിക്ക് ഞാൻ പ്രപ്പോസ് ചെയ്യും, ഏതാ നിനക്ക് ഇഷ്ടപ്പെടുകയെന്ന് നീ പറയണം. എന്താ ആകാശേ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോട്ടെ, ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തല്ലേ പറയുന്നേ.
എല്ലാവരോടുമായി പറയുന്നേ. കല്യാണത്തിന് മുൻപ് മാത്രമല്ല ഭാര്യയോട് ഐ ലവ് യു എന്ന് പറയേണ്ടത്, കല്യാണം കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് പറയണം എന്നൊക്കെ ആകാശ് എല്ലാവരോടായി പറയുന്നുണ്ട്. പലതവണ പല രീതിക്ക് ആകാശ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഓരോരോ സിനിമയെ ആസ്പദമാക്കിയിട്ടായിരിക്കും ആകാശ് ഇങ്ങനെ പറയുന്നത്. അവസാനമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പ്രീതി, നീ പറ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറ. അങ്ങനെ എന്നെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ആകാശ് ചോദിക്കുകയാണ്. ആകാശിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആകാശിൻ്റെ കെയറിങ്ങും എന്നോടുള്ള സ്നേഹവും അതൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. എന്നാലും ഞാൻ പറയുന്നതും ആകാശിൻ്റെ അമ്മ പറയുന്നതൊക്കെ ആകാശ് ഒന്ന് കേൾക്കണം എന്നെനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാവും. ഈ നേരത്തെ ആകാശ് പറയുന്നുണ്ട്, മതി മതി നിർത്തിക്കോ, ഇനി പറഞ്ഞാലേ നീ എത്താൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും നീ ഈ പറഞ്ഞതേ എനിക്ക് ഒരു വർഷത്തേക്കുള്ളതുണ്ട്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞ് ആകാശ് ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. ഉറക്കെ വിളിച്ച് പറയാണ് ഐ ലവ് യു പ്രീതി എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പ്രീതി അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ ആകാശേ, നീ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇങ്ങനെ ഇറങ്ങി വാ. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസം. നിന്റെ വായിന്ന് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടില്ലേ, അത് മതി എനിക്ക്. ഇങ്ങനെ സംസാരിച്ച് ആകാശ് ഇങ്ങനെ പുറകോട്ട് പോവാ. പെട്ടെന്ന് കല്ലിനപ്പുറത്തേക്ക് വീഴാനായിട്ട് പോകുമ്പോൾ വേഗം തന്നെ പ്രീതി ഇങ്ങനെ വലിക്കുന്നുണ്ട്. പിന്നീടായിട്ട് ഇതൊക്കെ കണ്ട് പ്രീതിക്കാകെ ടെൻഷൻ ആവുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആകാശിന് എന്തെങ്കിലും ആപത്തുണ്ടാവും, അത് ഉറപ്പായെന്ന് പ്രീതിയുടെ മനസ്സ് തോന്നുവാണ്. പ്രീതിയോ അങ്ങനെ ആ കല്ലിന് മുകളിൽ കയറി നിൽക്കാണ്. എന്നിട്ട് ആകാശിനോട് പറയുന്നുണ്ട്, നീ ഇനി എൻ്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ അത് സമ്മതിക്കണം. എന്താ പ്രീതി, നീ ഇങ്ങ് വാ, നീ എന്താ കാണിക്കുന്നേ? നീ ഇതിനപ്പുറം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചാടും, നീ അവിടെ തന്നെ നിൽക്ക്. നീ എനിക്കൊരു വാക്ക് തരണം. എന്താ പ്രീതി, നീ എന്താ കളിക്കുകയാണോ? ഇങ്ങോട്ട് വാ. എന്ത് വാക്കാ തരണ്ടേ? ഞാൻ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ പറ പ്രീതി, എന്താ കാര്യം? നീ ഇങ്ങോട്ട് വാ, എനിക്ക് പേടിയാവുന്നുണ്ട് പ്രീതി എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്. അന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയ സമയത്ത് നീ അന്ന് മരുന്നൊക്കെ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ, അതുപോലെ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണം. ഞാൻ തരാ, നീ ഇങ്ങോട്ട് വാ. അതുമാത്രമല്ല, ഞാൻ പറയുന്ന 2 കാര്യങ്ങളിലൊന്ന് നീ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നീ ചെയ്യണം. ഞാൻ ചെയ്യാം, നീ ഇങ്ങോട്ട് വാ പ്രീതി. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും ചെയ്യാം. ഇപ്പം തന്നെ നീ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ പകുതി ജീവനാ പോയിരിക്കുന്നേ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല. നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് പ്രീതിയുടെ കൈ പിടിച്ചങ്ങ് വലിക്കുന്നുണ്ട്. എന്താ പ്രീതി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് തന്ന വാക്ക് നീ തെറ്റിക്കരുത്. ആകാശ് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നതെന്ന്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് പോകുന്നതിന് മുൻപേ നിന്റെ മനസ്സ് ഞാൻ മാറ്റിയിരിക്കും എന്നും പറഞ്ഞ് ആകാശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ പ്രീതിക്ക് വല്ലാതെ അങ്ങ് സങ്കടാവുന്നുണ്ട്. ഉള്ളില് ഒരുപാട് സ്നേഹമുണ്ട് ആകാശിൻ്റെ അടുത്ത്. എന്നാൽ ആകാശിന് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ അത് പ്രീതിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നേക്കുമായിട്ട് പിരിയണമെന്ന് പ്രീതിയുടെ മനസ്സിൽ തോന്നുന്നത്. പിന്നീടായിട്ട് തണുപ്പിൽ ഇങ്ങനെ പുതച്ചു നിൽക്കുമായിരിക്കും ശ്രുതി. അങ്ങോട്ടേക്ക് ശ്യാം വരുന്നുണ്ട് കുറച്ച് പൂക്കളുമായിട്ട്. എന്താ ശ്രുതി, നല്ല തണുപ്പുണ്ടല്ലേ? ആ, തണുപ്പുണ്ട്. ഞാനേ ആ കാട്ടിൽ പോയി പറിച്ചു കൊണ്ടുവന്നതാ ഈ പൂവ്. അഞ്ജലിക്കായിട്ട് കൊണ്ടുവന്നതാ. എന്തായാലും ഇത് നിനക്കിരിക്കട്ടെ. ഇവൻ്റെ ഓർമ്മ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല, എനിക്ക് ഈ പൂവൊന്നും വേണ്ട. എനിക്കിഷ്ടപ്പെട്ടതേ എനിക്കറിയാം, മുല്ലപ്പൂവല്ലേ. അതോടുകൂടി ശ്യാമിൻ്റെ കള്ളത്തരങ്ങളെല്ലാം ശ്രുതി പൊളിക്കുവാണ്. ഓർമ്മശക്തിയൊന്നും പോയിട്ടില്ല എന്ന് ശ്രുതിക്ക് നന്നായിട്ട് മനസ്സിലാവാണ്.